ത്രേതായുഗത്തിൽ ലങ്ക ഭരിച്ചിരുന്ന അതിശക്തനായ രാജാവായിരുന്നു രാവണൻ. തൻ്റെ നാടിനെ സമ്പൽ സമൃദ്ധിയിലെത്തിച്ച ശക്തനായ ഭരണാധികാരി, ജ്യോതിശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും അതികേമൻ, ദേവാദിദേവൻ മഹാദേവൻ്റെ പരമഭക്തൻ, തൻ്റെ പരാക്രമം കൊണ്ട് പരമശിവനിൽ നിന്ന് ചന്ദ്രഹാസം സ്വന്തമാക്കിയ യോദ്ധാവ്, ഒടുവിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാവണൻ്റെ കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ബ്രഹ്മാവിൻ്റെ പൗത്രനും പുലസ്ത്യൻ്റെ പുത്രനുമായ വിശ്രവസനും സുമാലി എന്ന രാക്ഷസൻ്റെ പുത്രിയായ കൈകസിക്കും ജനിച്ച പുത്രരായിരുന്നു രാവണനും കുംഭകർണനും വിഭീഷണനും ഇവരുടെ സഹോദരി ശൂർപ്പണഖയും. രാവണൻ്റെ മുൻജന്മത്തെപ്പറ്റി ഭാഗവതം സപ്തമസ്കന്ധത്തിൽ ഇപ്രകാരം കാണുന്നു. വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലകരായിരുന്നു ജയവിജയന്മാർ. സനകാദി മുനികൾ മഹാവിഷ്ണുവിനെ കാണുവാൻ വൈകുണ്ഠത്തിൽ വന്നപ്പോൾ ജയവിജയന്മാർ ഇവരെ തടയുകയും ഇതിൽ കുപിതരായ സനകാദി മുനികൾ ജയവിജയന്മാർ 3 ജന്മങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിനായി യാചിച്ച ജയവിജയന്മാരോട് ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും അതിനാൽ 3 ജന്മങ്ങൾ അസുരന്മാരായി ജനിക്കുകയും ഈ 3 ജന്മത്തിലും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാൽ വധിക്കപ്പെട്ട് വൈകുണ്ഠത്തിൽ തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് ശാപമോക്ഷം കൊടുത്തു. ഇതനുസരിച്ച് ജയവിജയന്മാർ ആദ്യ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന 2 അസുരന്മാരായി ജനിക്കുകയും 2-ാം ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി ജനിക്കുകയും അവസാനം ശിശുപാലനും ദന്തവക്ത്രനുമായി ജനിക്കുകയും ചെയ്തു. ഈ 3 ജന്മത്തിലും മഹാവിഷ്ണു അവതാരങ്ങളാൽ വധിക്കപ്പെട്ട് മോക്ഷം നേടി ഇവർ വൈകുണ്ഠത്തിൽ തിരികെ എത്തി. കുബേരൻ്റെ പ്രതാപത്തിൽ അസൂയാലുവായ രാവണ മാതാവ് കൈകസി രാവണനോട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ സമ്പാദിച്ച് കുബേരനെപ്പോലെ പ്രതാപിയായി തീരുവാൻ ഉപദേശിച്ചു. അതനുസരിച്ച് രാവണൻ തൻ്റെ അനുജന്മാരെയും കൂട്ടി ഗോകർണത്ത് ചെന്ന് തപസ് ആരംഭിച്ചു. കുംഭകർണൻ 10,000 ആണ്ട് തപസ് ചെയ്തു. വിഭീഷണനും ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് തുടർന്നു. രാവണൻ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മാവിനെ ധ്യാനിച്ചു. 1000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. കുപിതനായ രാവണൻ ഓരോ 1000 വർഷം കൂടുമ്പോഴും തൻ്റെ തല വെട്ടി അഗ്നിയിൽ ഹോമിച്ചു. ഇങ്ങനെ 9,000 ആണ്ടുകൊണ്ട് 9 തല അഗ്നിയിൽ ഹോമിച്ചു. 10,000 വർഷം തികഞ്ഞപ്പോൾ 10ാമത്തെ തല അഗ്നിയിൽ ഹോമിക്കാൻ മുതിർന്നപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. എന്തു വരം വേണമെന്ന് ചോദിച്ചു. മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുതെന്ന് രാവണൻ ആവശ്യപ്പെട്ടു. നിസ്സാരനായ മനുഷ്യന് തന്നെപ്പോലെ അതിശക്തനായ ഒരു രാക്ഷസനെ ഒരിക്കലും വധിക്കാൻ സാധിക്കില്ലെന്ന് രാവണൻ കരുതി. കുംഭകർണൻ നിർദേവത്വം അഥവാ ദേവന്മാരില്ലാത്ത അവസ്ഥ വേണമെന്ന വരമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ വരം ഒരിക്കലും നൽകാൻ സാധിക്കാത്തതിനാൽ ആ സമയത്ത് കുംഭകർണൻ്റെ നാവിൽ വികട സരസ്വതി വിളയാടി നിദ്രാവത്വം അഥവാ ഉറക്കം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അബദ്ധം മനസ്സിലാക്കിയ കുംഭകർണൻ വരം മാറ്റി നൽകണമെന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കൊടുത്ത വരം തിരികെ എടുക്കുവാൻ സാധിക്കില്ലെന്നും അതിനാൽ വർഷത്തിൽ 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നുമിരിക്കുമെന്നും ഉണർന്നിരിക്കുന്ന 6 മാസം ആരാലും നിന്നെ വധിക്കുവാൻ സാധിക്കില്ലെന്നും അനുഗ്രഹിച്ചു. വിഭീഷണൻ പരമമായ വിഷ്ണുഭക്തിയാണ് വരമായി ആവശ്യപ്പെട്ടത്. വരം വാങ്ങി തിരികെ വന്ന രാവണനും സഹോദരങ്ങളും കുബേരനെ പരാജയപ്പെടുത്തി ലങ്കയും കുബേരൻ്റെ പുഷ്പക വിമാനവും സ്വന്തമാക്കി. മഹാവിഷ്ണുവിനെ നിത്യശത്രുവായി പ്രഖ്യാപിച്ച രാവണൻ്റെ വിജയവാർത്തയറിഞ്ഞ് മഹാവിഷ്ണുവിനെ ഭയന്ന് പാതാളത്തിൽ ഒളിച്ച നിരവധി രാക്ഷസന്മാർ ലങ്കയിൽ വന്ന് വാസം ആരംഭിച്ചു. രാവണൻ മായാസുരൻ്റെ വളർത്തുപുത്രിയായ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് അതികായൻ, അക്ഷയകുമാരൻ, മേഘനാഥൻ എന്ന 3 പുത്രന്മാർ ജനിച്ചു. ഇവരിൽ മഹാദേവൻ്റെ അംശാവതാരമായ മേഘനാഥൻ അതികേമനായിരുന്നു. ഇന്ദ്രനെ പരാജയപ്പെടുത്തി ലങ്കയിലെ കൊടിമരത്തിൽ ചങ്ങലക്കിട്ടതോടുകൂടി മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്നറിയപ്പെട്ടു. രാവണൻ്റെ സകല വിജയങ്ങൾക്കും ഒരു പ്രധാന പങ്കു വഹിച്ചത് ഇന്ദ്രജിത്തായിരുന്നു. രാവണൻ ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ വാങ്ങിയ ശേഷം ജൈത്രയാത്ര ആരംഭിച്ചു. എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് അദ്ദേഹം വടക്കോട്ട് സഞ്ചരിച്ച് കൈലാസത്തിൻ്റെ താഴ്വരയിലെത്തി. അവിടെ എത്തിയപ്പോൾ നന്ദികേശൻ രാവണനെ തടഞ്ഞു.
മഹാദേവൻ്റെ പരമഭക്തനും എന്നാൽ തൻ്റെ ശക്തിയിൽ അഹങ്കാരിയുമായ രാവണൻ പരമശിവനെ കൈലാസത്തോടെ പിഴുതുകൊണ്ട് ലങ്കയിൽ പോകുമെന്ന് പറഞ്ഞ് കൈലാസം ചുവടോടെ അടർത്തിയെടുക്കുന്നതിന് വേണ്ടി തൻ്റെ കൈകൾ കൈലാസത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി. കൈലാസം കുലുങ്ങി. പാർവതിയും ഭൂതഗണങ്ങളും പരിഭ്രാന്തരായി. ധ്യാനദൃഷ്ടി കൊണ്ട് വിവരം ധരിച്ച മഹാദേവൻ കൈലാസത്തെ തൻ്റെ തള്ളവിരൽ കൊണ്ട് കീഴ്പോട്ട് ചവിട്ടി. രാവണൻ്റെ വിരലുകൾ കൈലാസത്തിനിടയിൽപ്പെട്ട് ചതഞ്ഞു. കൈകൾ പുറത്തെടുക്കാൻ നിവൃത്തിയില്ലാതെ രാവണൻ 1000 വർഷത്തോളം അവിടെ ഇരുന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷനായി. തൻ്റെ ഭക്തൻ്റെ ഭക്തിയിലും പരാക്രമത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ചന്ദ്രഹാസം എന്ന വാൾ രാവണന് നൽകി അനുഗ്രഹിച്ചു. രാവണൻ 14 ലോകങ്ങളും കീഴടക്കി ജൈത്രയാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൈലാസത്തിനടുത്തെത്തി. സമയം രാത്രിയായതിനാൽ അദ്ദേഹം അവിടെ വിശ്രമിക്കാനിരുന്നു. ഈ സമയത്താണ് അപ്സരസായ രംഭ തൻ്റെ പതിയായ നളകുബരനുമായി സംഗമിക്കുന്നതിന് അവിടെ എത്തിയത്. അതീവ സുന്ദരിയായ രംഭയെ കണ്ട രാവണൻ അവളെ കടന്നു പിടിച്ചു. പരിഭ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മഹാപ്രഭേ, ഞാൻ അങ്ങയുടെ സഹോദരനായ കുബേരൻ്റെ പുത്രൻ നളകുബരൻ്റെ പത്നിയാണ്. സഹോദരപുത്രൻ അങ്ങയുടെയും പുത്രനാണല്ലോ. അതിനാൽ പുത്രഭാര്യയായ എന്നെ ഉപദ്രവിക്കരുത്. ഇത് കേട്ടിട്ടും രാവണൻ രംഭയെ ഉപദ്രവിച്ചു. പ്രഭാതത്തിൽ രംഭ നടന്ന കാര്യങ്ങളെല്ലാം പതിയായ നളകുബരനോട് പറഞ്ഞു. കുപിതനായ അദ്ദേഹം രാവണനെ ശപിച്ചു. അല്ലയോ കാമാസക്തനായ രാവണ, നീ മേലാൽ വശംവദയാകാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്പർശിക്കുന്ന മാത്രയിൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. നളകുബരൻ്റെ ഈ ശാപം മൂലമാണ് തടവിൽ പാർപ്പിച്ച സീതയെ രാവണൻ ഉപദ്രവിക്കാതിരുന്നത്. ശ്രീരാമാദികളുടെ വനവാസകാലത്ത് രാവണ സഹോദരിയായ ശൂർപ്പണഖ ശ്രീരാമനെ കാണുകയും രാമനോട് അനുരാഗം തോന്നി തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ രാമൻ അത് നിഷേധിച്ചു. സീത അല്ലാതെ മറ്റൊരു സ്ത്രീയും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നും അറിയിച്ചു. കുപിതയായ ശൂർപ്പണഖ സീതാദേവിയുടെ മുന്നിലെത്തി. സീതാദേവിയുടെ സൗന്ദര്യം കണ്ട് അവൾ അമ്പരന്ന് നിന്നുപോയി. സീത ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് രാമൻ തന്നെ സ്വീകരിക്കാത്തതെന്ന് വിചാരിച്ച് അവൾ സീതയെ വധിക്കാനായി പാഞ്ഞെടുത്തു. ഇത് കണ്ടുവന്ന ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ബാണങ്ങളാൽ ഛേദിച്ചു. രക്തം വാർന്നുകൊണ്ട് ശൂർപ്പണഖ ഖരൻ എന്ന രാക്ഷസന്റെ അടുക്കൽ വന്നു. ഇത് കണ്ടു കുപിതനായ ഖരൻ 14 രാക്ഷസന്മാരെ രാമൻ്റെ ആശ്രമത്തിലേക്ക് അയച്ചു. ലക്ഷ്മണൻ അവരെ വധിച്ചു. ഇതറിഞ്ഞ ഖരൻ തൻ്റെ സഹോദരങ്ങളായ ദൂഷണൻ, ത്രിശിരസ് കൂടാതെ 10,000-ഓളം വരുന്ന രാക്ഷസ പടയുമായി രാമലക്ഷ്മണന്മാരെ വധിക്കുന്നതിന് ആശ്രമത്തിലെത്തി. എന്നാൽ രാമലക്ഷ്മണന്മാർ അവരെ എല്ലാം വധിച്ചു. ഖരവധത്തിന് ശേഷം ദുഃഖിതയായ ശൂർപ്പണഖ ലങ്കയിൽ ചെന്ന് രാവണനെ വിവരങ്ങളെല്ലാം അറിയിച്ചു. രാമൻ മഹാവീരനാണെന്നും ലക്ഷ്മണൻ അതിശൂരനാണെന്നും അവരോട് നേരിട്ട് യുദ്ധം ചെയ്യരുതെന്നും സീതയെ തട്ടിക്കൊണ്ടുപോന്നാൽ മാത്രം മതിയെന്നും ഭാര്യാവിയോഗത്താൽ രാമൻ ദഹിച്ചു പോകുമെന്നും സഹോദര മരണത്താൽ ലക്ഷ്മണൻ ജീവത്യാഗം ചെയ്യുമെന്നും ശൂർപ്പണഖ രാവണനെ അറിയിച്ചു. രാവണൻ തൻ്റെ മാതുലനായ മാരീചനെ ഒരു മാനിൻ്റെ രൂപത്തിൽ രാമൻ്റെ ആശ്രമത്തിലേക്ക് അയച്ചു. അതീവ ഭംഗിയുള്ള മാനിനെ കണ്ട സീതയ്ക്ക് അതിനെ വേണമെന്ന് ആഗ്രഹമുണ്ടായി. ഇതറിഞ്ഞ രാമൻ അതിനെ പിടിക്കുന്നതിനായി പുറപ്പെട്ടു. ഒടുവിൽ രാമന് തൻ്റെ ബാണത്താൽ മാനിനെ വധിക്കേണ്ടി വന്നു. രാക്ഷസനായി മാറിയ ആ മാൻ രാമൻ വധിക്കപ്പെട്ടു എന്ന് ലക്ഷ്മണന് തോന്നാനായി രാമൻ്റെ സ്വരത്തിൽ ലക്ഷ്മണനെ സഹായത്തിന് വിളിച്ചു. ഇത് കേട്ട് സീത ലക്ഷ്മണനോട് രാമനെ സഹായിക്കാനായി ചെല്ലുവാൻ നിർദ്ദേശിച്ചു. ആദ്യം ലക്ഷ്മണൻ എതിർത്തു എങ്കിലും അവസാനം സീതാദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി. രാമലക്ഷ്മണന്മാർ ആശ്രമത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ രാവണൻ ഒരു വൃദ്ധ സന്യാസിയുടെ രൂപത്തിൽ ആശ്രമത്തിൽ വന്ന് സീതാദേവിയോട് ഭിക്ഷ യാചിച്ചു. ഭിക്ഷ നൽകാൻ ഇറങ്ങി വന്ന സീതാദേവിയെ രാവണൻ ബലമായി പിടിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി. രാമനും വാനര സൈന്യവും ലങ്കയിലെത്തിയതറിഞ്ഞ രാവണൻ്റെ മാതാമഹനായ മാല്യവാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ രാവണനെ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ശ്രീരാമൻ ഒരു ദൂതനെ അയച്ച് സീതയെ തിരികെ നൽകണമെന്ന് രാവണനെ അറിയിച്ചു. എന്നാൽ രാവണൻ അതും നിരാകരിച്ചു. എന്നാൽ ഈ സമയം രാമനുമായി സന്ധി ചെയ്യണമെന്ന് വിഭീഷണൻ വാദിച്ചു. രാവണൻ അത് ചെവിക്കൊണ്ടില്ല. രാമന് വേണ്ടി വാദിച്ച വിഭീഷണനെ രാവണൻ ലങ്കയിൽ നിന്ന് പുറത്താക്കി. സഹോദരനായ വിഭീഷണനെ രാവണന് വേണമെങ്കിൽ വധിക്കാമായിരുന്നു. രാവണൻ അത് ചെയ്തില്ല.
പിന്നീട് ലങ്കയുടെ നാശത്തിനും ശക്തരായ രാക്ഷസ പ്രമുഖരുടെ മരണത്തിനും രാവണൻ്റെ തന്നെ മരണത്തിനും കാരണമായത് ലങ്കയിലെ സകല രഹസ്യങ്ങളും അറിയുന്ന വിഭീഷണൻ രാമലക്ഷ്മണന്മാരുടെ കൂടെ കൂടിയതാണ്. യുദ്ധം ആരംഭിച്ചു. 1-ാം ദിവസത്തെ യുദ്ധത്തിൽ തന്നെ രാക്ഷസ സേനയുടെ ഭൂരിഭാഗവും രാക്ഷസ നേതാക്കളായ മഹാബാഹു, മഹാപാർശ്വൻ, മഹോദൻ, മഹാകായൻ തുടങ്ങിയവരും വധിക്കപ്പെട്ടു. 2-ാം ദിവസം രാവണപുത്രനായ അതികായൻ ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി. ലക്ഷ്മണൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റ് അതികായൻ മരണപ്പെട്ടു. പിന്നീട് ഇന്ദ്രജിത്ത് യുദ്ധത്തിനിറങ്ങി. ലക്ഷ്മണനുമായി നടന്ന അതിശക്തമായ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് തൻ്റെ മായാസിദ്ധി പുറത്തെടുത്തു. മാനത്തു മറഞ്ഞു നിന്നുകൊണ്ട് മഹാദേവൻ സമ്മാനിച്ച നാഗാസ്ത്രം പ്രയോഗിച്ചു. നാഗാസ്ത്രം ലക്ഷ്മണനെയും സുഗ്രീവനെയും സകല വാനര സൈന്യത്തെയും ബന്ധിച്ച് ബോധശൂന്യരാക്കി നിലം പതിപ്പിച്ചു. ജാംബവാനും ഹനുമാനും ശ്രീരാമനും ഈ രംഗം കണ്ട് അമ്പരന്ന് നിന്നു. ശ്രീരാമൻ ധ്യാന നിമഗ്നനായി കുറേ സമയം ഇരുന്നു. അദ്ദേഹത്തിൻ്റെ വലത്തെ തൃക്കണ്ണിൽ നിന്ന് ഒരു പ്രകാശബിന്ദു പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് പാഞ്ഞ് ചക്രവാളത്തിൽ മറഞ്ഞു. പശ്ചിമ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറേ പരപ്പിൽ നിന്ന് ഗരുഡ ഭഗവാൻ പറന്നെത്തുന്നത് എല്ലാവരും നോക്കി നിന്നു. ഗരുഡൻ രാമപാദങ്ങൾ വന്ദിച്ച ശേഷം ലക്ഷ്മണൻ്റെയും വാനര സൈന്യത്തിൻ്റെയും ശരീരത്തിൽ നിന്ന് നാഗപാശം കൊത്തിയെടുത്തു. ലക്ഷ്മണനും സൈന്യവും ചാടി എഴുന്നേറ്റു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ രാക്ഷസ സൈന്യം അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. ഇന്ദ്രജിത്തും കുംഭകർണനും പ്രമുഖ രാക്ഷസന്മാരെല്ലാവരും വധിക്കപ്പെട്ടു. ഒടുവിൽ രാവണൻ തന്നെ യുദ്ധത്തിനിറങ്ങി. ഈ സമയത്ത് രാമൻ നിലത്തും രാവണൻ രഥത്തിലുമായി നിന്നാണ് യുദ്ധം നടത്തിയത്. ഇത് കണ്ട് ഇന്ദ്രൻ സാരഥിയായ മാതലിയോട് രാമൻ്റെ സഹായത്തിന് ചെല്ലുവാൻ ആജ്ഞാപിച്ചു. മാതലി തേരും ദിവ്യാസ്ത്രങ്ങളുമായി വന്ന് രാമനെ വണങ്ങി ഇന്ദ്രനിർദ്ദേശം അറിയിച്ചു. തനിക്കതിൻ്റെ ആവശ്യമില്ലെന്നു പറഞ്ഞെങ്കിലും ഇന്ദ്രനിർദ്ദേശം മാനിച്ചുകൊണ്ട് രാമൻ രഥത്തെ വന്ദിച്ച് അതിൽ കയറി. രാമരാവണന്മാർ പരസ്പരം വീറോടെ പൊരുതി. രാവണൻ മാതലിയെ അസ്ത്രത്താൽ മുറിവേൽപ്പിച്ചു. രാവണൻ്റെ മാറത്തും നെറ്റിയിലും രാമബാണങ്ങൾ തുളച്ചു കയറി. രാവണൻ തളർന്നു വീണു. സാരഥി രാവണനെ പോർക്കളത്തിൽ നിന്നും നീക്കിക്കൊണ്ടുപോയി രക്ഷിച്ചു. രാവണൻ അവനെ ശകാരിച്ചു. യജമാനനെ രക്ഷിക്കാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ടത് ഉത്തമനായ ഒരു സാരഥിയുടെ കടമയാണെന്ന് അവൻ രാവണനെ അറിയിച്ചു. രാവണൻ വീണ്ടും പോരിനിറങ്ങി. ഈ സമയത്ത് അഗസ്ത്യ മഹർഷി രാമസമീപമെത്തി. ആദിത്യ ഹൃദയം മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രം കൊണ്ട് ആദിത്യനെ ഉപാസിക്കാൻ പറഞ്ഞു. രാമൻ അതുപോലെ ചെയ്തു. സന്തുഷ്ടനായ അഗസ്ത്യൻ എത്രയും പെട്ടെന്ന് രാവണനെ നിഗ്രഹിക്കാൻ കഴിയട്ടെ എന്ന് അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞു. പിന്നീട് നടന്ന അതിശക്തമായ യുദ്ധത്തിൽ ഇരുവരും അനവധി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒടുവിൽ ശ്രീരാമൻ മഹേന്ദ്രബാണം അഭിമന്ത്രിച്ചയച്ചു. മഹേന്ദ്ര ചൈതന്യവും വജ്രകാഠിന്യവും അഗ്നിതീഷ്ണതയും വൈഷ്ണവ തേജസ്സും നിറഞ്ഞ ആ ബാണം അതിപ്രതാപിയായ രാവണനെ വധിച്ചു. വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വാൽമീകിയുടെ രാമൻ മനുഷ്യനും എഴുത്തച്ഛൻ്റെ രാമൻ ഈശ്വരനുമാണ്. ഭക്തി പാരവശ്യത്താലാണ് എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് പാടിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ രാവണൻ കടത്തിക്കൊണ്ടു പോകുന്നത് യഥാർത്ഥ സീതയാണ്. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ രാവണൻ കടത്തിക്കൊണ്ടു പോകുന്നത് മായാസീതയാണ്. ആധ്യാത്മരാമായണത്തിൽ രാമനും രാവണനും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതായി പറഞ്ഞിരിക്കുന്നു. ശ്രീലങ്കക്കാരനായ മിറാണ്ടോ ഒബൈസൈക്കരയുടെ പ്രശസ്തമായ ദി കിങ് ഓഫ് ലങ്ക എന്ന പുസ്തകത്തിൽ രാവണൻ വില്ലനല്ല, മറിച്ച് തൻ്റെ നാടിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച രാജാവാണ്. ഈ പുസ്തകത്തിൽ രാവണൻ്റെ ഗുണങ്ങളെ എടുത്തു കാണിച്ചിരിക്കുന്നു.